സ്വർഗസ്നായ പിതാവായ യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ സ്വർഗീയ പിതാവായ യേശുവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അവന് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്തു. ദൈവം ചെയ്ത ഓരോ നന്മകളെയും നമുക്ക് എണ്ണി പറഞ്ഞാൽ തീരാത്ത നന്മകൾ ചെയ്യുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവായ യേശു. ഹല്ലേലൂയ, അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു വിലയേറിയ ഒരു ദിവസവും കൂടിയാണ് എൻ്റെത്. കാരണം ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി കാലം തൊട്ട് ഇന്നേ വരെയും എന്നെ നടത്തിക്കൊണ്ടുവന്ന എൻ്റെ സ്വർഗീയ പിതാവായ യേശു എന്നെ അനുഗ്രഹിച്ച മഹാകൃപയ്ക്കായി ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇന്ന് എനിക്ക് 68 വയസ്സ് പൂർത്തീകരിക്കുന്ന ദിവസമാണ്. 1957 നവംബർ 30 എൻ്റെ ജനനം. ഇന്ന് ആ 30-ാം തീയതിയാണ്. 68 വയസ്സ് പൂർത്തീകരിച്ചു. നാളെ 69 കടക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ നമ്മളൊന്നും ഇവിടെ കൊണ്ടുവന്നില്ല. നമ്മൾക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അവിടെ നിന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും അവൻ്റെ ആത്മാവിന് മറുവിലയായി എന്ത് കൊടുക്കുമെന്ന്. ഒരുവൻ ലോകം മുഴുവനും നേടി, പക്ഷേ അവൻ്റെ ആത്മാവിന് പ്രതിഫലമായിട്ട് കൊടുക്കുവാനുള്ളത് എന്താണെന്ന് യേശു വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടെടുപ്പിനായുള്ള ഒരു നിത്യജീവൻ തരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, അതാണ് നിത്യജീവൻ. അതുതന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നെയും നിങ്ങളെയും സ്നേഹിച്ച മഹാകൃപ. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചിരിക്കുക. അവന് എത്ര നന്ദി പറഞ്ഞാൽ തീരുവാ നമുക്ക്, അല്ലേ? ഇന്ന് കാലം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ പറയുന്നത്, വിശ്വാസികളല്ലാത്തവരും പറയുന്നത്, കത്തോലിക്ക സഭയിലുള്ളവരും പറയുന്നത് എന്താണ്? മനുഷ്യൻ ഒരു ജീൻസാണ് കേട്ടാ. അത്രത്തോളം മാറിപ്പോയി. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ വീണ്ടും ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അപ്പൊ ആ വിശ്വാസം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? വിശ്വസ്തനായിരിക്കുക. ദൈവം വിശ്വസ്തനാണെങ്കിൽ ആ വിശ്വസ്തയോടെ നാം നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ രോഗാവസ്ഥകൾ വന്നേക്കാം, എല്ലാവരാലും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു പോയിരിക്കാം. പക്ഷേ അത് കണക്കാക്കിയിട്ട് നമ്മൾ പതറിപ്പോകരുത്. ഒരിക്കലും പതറാതെ നിന്ന്, ദൈവമേ, എൻ്റെ ബലഹീനതയിൽ നിന്റെ തുണ എനിക്കാവശ്യമാണ്, നിന്റെ കൃപ എനിക്കാവശ്യമാണെന്ന് അന്ന് നമ്മളൊന്ന് വിളിച്ചവരെ അപേക്ഷിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 10:13 പറയുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷ വേണമെങ്കിൽ എവിടെ വേണം? കർത്താവായ യേശുവിനെ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ ഒരു ദൃദ്വകാരൻ്റെ പുറകെ പോകണ്ട, ഒരു പള്ളിക്കാരൻ്റെ പുറകെ പോകണ്ട. നമ്മൾ പോകേണ്ടത് എവിടേക്കാണ്? നമ്മുടെ കർത്താവിനോടുകൂടെ. നമ്മൾ ഒരാളെ നോക്കേ വേണ്ട. നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, വിശുദ്ധനായ പൗലോസ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ അടിവരയിട്ട് അവിടെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ
അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിച്ചു കളയും. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മൾ ഓരോരുത്തരും വളരെ ദൈവത്തോട് ഭയപ്പെട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ അപ്പനെ മക്കൾ ഭയപ്പെട്ടാൽ അപ്പന്റെ അനുഗ്രഹം മക്കൾക്കുണ്ടാവും. അപ്പനെ ഭയപ്പെട്ടില്ല എങ്കിൽ മക്കൾക്ക് അനുഗ്രഹം ലഭിക്കില്ല. അപ്പൊ അപ്പനെ ഭയപ്പെടണം. ഏതപ്പനെയാണ്? ആത്മീയത്തിൽ ജനിപ്പിച്ച അപ്പനെ ഭയപ്പെടണം. അതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടിയാണ് നമ്മളിവിടെ പ്രയത്നിക്കുന്നത്. കാരണം നമ്മൾ 60, 70, 80 ഏറിയാൽ 80 വയസ്സ് കഴിയുമ്പോൾ നാം ഇവിടെ നിന്ന് ഈ ശരീരം വിട്ട് പറന്നു പോകും. പക്ഷെ നിത്യജീവനിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസം കറക്റ്റായിരിക്കണം. ഓടേണ്ടവരെ കൂടി ഓടിക്കൊണ്ടേയിരിക്കണം. അതാണ് വിശുദ്ധ പൗലോസ് അവിടുന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ആകയാൽ നമുക്ക് ചുറ്റും വെച്ചിരിക്കുന്ന വിശ്വാസം സ്ഥിരതയോടെ ഓടണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കി ഓട്ടം പൂർത്തീകരിക്കണം. യേശുവിനെ നോക്കി ഓട്ടം പൂർത്തീകരിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിലിരിക്കും. യേശുവിനെ നമ്മൾ ചുമന്നും കൊണ്ട് നടക്കണം, അല്ലേ? യേശു കഴുതപ്പുറത്ത് കയറി അവൻ രാജകീയമായിട്ട് ജെറുസലേമിലേക്ക് കടന്നുപോയി. എന്നാൽ ആ ഒരു കഴുതയായിട്ട് ഞാൻ മാറിയാൽ ദൈവം എൻ്റെ ഉള്ളിലിരിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കും. നമ്മുടെ കർത്താവ് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും തകർത്ത് കളയുവാൻ ദുഷ്ടൻ എത്ര പണിപ്പെട്ടാലും നടക്കുകയില്ല. കാരണം നമ്മൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, അല്ലേ? അവിടുന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 8, 9 തിരുവചനം അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവൻ സകല ജാതികളെയും സകല ഗോത്രത്തിലും സകല ഭാഷകളിൽ പെട്ടവരെയും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളാണ്. അപ്പൊ നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതായിരിക്കണം. സ്ഥിരതയോടെ നമ്മൾ ഓടുകയും ചെയ്യണം, അല്ലെ? നമ്മൾക്ക് ഈ ലോകത്തിന്റെ മായയിൽ നമ്മൾ പലതും കാണുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ നമ്മുടെ ഈ കണ്ണിനെ കാഴ്ചയുണ്ട്. പക്ഷേ ഉൾക്കാഴ്ച നമ്മൾക്ക് കിട്ടണം, അല്ലെ? ഉൾക്കാഴ്ച കിട്ടി. പൗലോസിന് ഉൾക്കാഴ്ച കിട്ടി. അവിടുന്ന് പൗലോസിന് ഉൾക്കാഴ്ച കിട്ടിയപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അനേക സഭകളെ പണിതുകൊണ്ടേയിരുന്നു. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പൗലോസ് അഹോരാർത്ഥം അധ്വാനിച്ചു. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിക്കുന്നവരായിരിക്കണം, അല്ലെ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സുവിശേഷം പറയാൻ പറ്റിയെങ്കിൽ അതിമനോഹരമാണ്, അല്ലെ? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്, അല്ലെ? അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പൊ ആ സുവിശേഷം ഏത് സുവിശേഷം കൂടിയാണെന്ന് നമ്മൾ അറിയണം. അതാണ് നിത്യ സുവിശേഷം. നിത്യമായിട്ട് കർത്താവിനോടൊത്ത് സ്വർഗത്തിൽ വസിക്കുന്ന നിത്യജീവനായ നിത്യ സുവിശേഷം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അവകാശം തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യമാണത്. പക്ഷെ അവനെ കൈക്കൊണ്ട് അവൻ വിശ്വസ്തനാണ്. നാം വിശ്വസ്തരായിരിക്കണം. അതാണ് 2 തിമോഥെയോസിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയില്ല. നമ്മുടെ സ്വഭാവം നമ്മൾ ത്യജിച്ച് കളയരുത്. അവന്റെ സ്വഭാവത്തെ നമ്മൾ ആ ഭാവത്തിൽ നടന്നുകൊള്ളണം, അല്ലേ? നടന്നാൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുവാനിടയായി തീരുള്ളൂ. ഹല്ലേലൂയ. ദൈവം എന്നെ ഇത്രയും വഴി നടത്തി, അല്ലേ? എന്തെല്ലാം കഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം കടന്നു വന്നപ്പോഴും ഈ പുത്രനെ ചുംബിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും വളരെ വിശ്വാസത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കാരണക്കാരനല്ല, നമ്മുടെ കർത്താവാണ് കാരണക്കാരൻ. അവൻ നമ്മളെ നിർത്തിയത് കൊണ്ടാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്, അല്ല നമ്മുടെ കഴിവൊന്നുമല്ല, അല്ലേ? നമുക്ക് സദൃശ്യവാക്യത്തിൽ തന്നെ കാണാൻ സാധിക്കും, കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അവ
പാർപ്പിടം പാർക്കുന്നത് എവിടെയാണ്? പാറയുടെ ഉള്ളിലാണ്. അത് ബലഹീന ജാതിയാണ്. പക്ഷെ അതിൻ്റെ പാർപ്പിടം എവിടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? പാർപ്പിടം സൃഷ്ടിച്ചിരിക്കുന്ന പാറയിലാണ്. അപ്പൊ നമ്മളെ ഉറച്ച പാറമേൽ നിർത്തി പണിതിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. ഈ പാറ വിട്ട് നമ്മൾ ഒരിടത്തും പോയിപ്പോകരുത്. അപ്പൊ അതുകൊണ്ട് വിശ്വാസഗോളങ്ങൾ അനവധി ഉയർന്നുയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പല ഉപദേശങ്ങളും പല തെറ്റായ കാര്യങ്ങളൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വാർപ്പ് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ മനുഷ്യൻ എത്രയോ വെമ്പൽ കൊള്ളുന്നു അല്ലേ? ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ചുമക്കുന്നു. എന്നാൽ ജീവനുള്ള ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനെ ദേവനായിട്ട് ഞാൻ കണക്കൂട്ടില്ല. കാരണം ദേവനെന്ന് പറയുന്നത് തന്നെ പൈശാചികമാണ്. കാരണം അവൻ ആരാ? അവൻ സർവശക്തനും നിത്യനുമായ ഏകദൈവമാണ്. അവന് തുല്യനായ ആരുമില്ല. അവന് തുല്യം വയ്ക്കാൻ ഒരുവൻ പോലുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവുമില്ലെന്ന്. ഏകനാമം കർത്താവായ യേശു ക്രിസ്തു. അവനെ കൈക്കൊള്ളുന്നവർ ഭാഗ്യവാന്മാരാണ് അല്ലേ? അവനെ കൈക്കൊണ്ട് നടക്കുന്ന ഏവരും ഭാഗ്യമുള്ളവരാണ്. അവനെ കൈക്കൊണ്ട് ഉള്ളിൽ ചുമക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നമ്മളെ ലോകം നോക്കുമ്പോൾ ചപ്പും ചവറുമാണ് നമ്മള്. ഇവര് മണ്ടന്മാരാ, ഇവര് മോക്ഷമുള്ള മക്കളാണ്, ഇവര് മോക്ഷത്തന്മാരാണ്. കാരണം ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് യേശുവിനെ ആരാധിക്കാൻ പോകുന്നത് അല്ലേ? എന്നാൽ യേശുവിനെ യേശു നമ്മളെ ചുമന്നപ്പോൾ യേശുവിനെ നമ്മൾ ചുമക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കും. അതാണ് കൊളോസ്യ ലേഖനം 1:27 പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന്. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കണം. അത് ഉയർന്നു വരണം, വളരണം, നമ്മളിൽ ആത്മീയമായിട്ട് വളരണം. അത് പൗലോസിന് മനസ്സിലായി. പൗലോസ് ശൗലായിരുന്ന കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തെ മുഴുവനും അതിസൂക്ഷ്മമായി പഠിച്ച മനുഷ്യൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ. അവിടുന്ന് ബെന്യാമിൻ ഗോത്രക്കാരൻ രാജഗുരുവിന്റെ പാദത്തിലിരുന്ന് ന്യായപ്രമാണം അതിസൂക്ഷ്മമായി പഠിച്ചവൻ, റോമൻ അധികാരപത്രമുള്ളവൻ. പക്ഷേ ഈ അധികാരപത്രമുള്ള ആള് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഈ ന്യായപ്രമാണത്തെ പാലിക്കുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധിച്ചില്ല. ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ വരേണ്ടവൻ വന്നു, അവൻ എഴുതിയ ന്യായപ്രമാണം അവൻ പൂർത്തീകരിച്ചു. അതാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് നടക്കുന്നവൻ രക്ഷയുടെ പാതയിലാണ്. അവനെ കൈക്കൊണ്ട് നടക്കുന്നവരെ പിശാച് തൊടുകയില്ല. തോട്ടാൽ വിവരമറിയും പിശാച് അല്ലേ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. അവനെ ഒരുപാട് പ്രശ്നത്തിൽ കൊണ്ട് ആക്കിവിടും. പക്ഷേ അവൻ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ മരിച്ചാൽ നമ്മൾ ജീവിക്കുന്നവരാണ്. പക്ഷെ യേശുവിനോട് കൂടെ തന്നെ മരിക്കണം. നമ്മൾ യേശുവിനോട് കൂടെ തന്നെ ഈ ശരീരം വിട്ട് നമ്മൾ ആത്മാവായി പറക്കും. ഒരു ദിവസം അവൻ വരും, വന്ന് നമ്മളെ ചേർക്കും അല്ലേ? അപ്പൊ നമ്മൾ വിശ്വസ്തതയായി തീരണം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നാം അവിശ്വസ്തരായി തീരുമെന്ന് ദൈവത്തിനറിയാം. നമ്മളെ മനുഷ്യരാ. ഒരു നിമിഷം കൊണ്ട് കഷ്ടം വരുമ്പോ പറയും, എൻ്റെ കർത്താവേ, എൻ്റെ സ്വർഗീയ അപ്പ, ഞാൻ നിന്നെ വിളിച്ചിട്ട് എനിക്ക് കഷ്ടം മാത്രമേ ഉള്ളല്ല, സങ്കടങ്ങൾ മാത്രമേ ഉള്ളല്ല. ഒരു നിമിഷം കൊണ്ട് നമ്മൾ മാറിപ്പോവും. അത് ബലഹീനതയാണ്. അപ്പൊ ആ ബലഹീനമായ മനസ്സിനെ ബലമുറപ്പിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ബലം ധരിച്ച് നമ്മൾ നടക്കണം. സങ്കീർത്തനം 84:5 പറയുന്നത് എന്താണ്? ബലം നിന്നിലുള്ള മനുഷ്യൻ
ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിലേക്ക് സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? വചനം നമ്മൾ വായിക്കുന്നു, വചനത്തെ ക്രിയ ചെയ്തുകൊണ്ട് നടക്കണം. ഒരു ദൈവഭക്തന്റെ കടമ ദൈവവചനത്തെ ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ഭക്തൻ ദൈവവചനത്തെ ഭക്ഷിച്ച് അവൻ ബലം പ്രാപിക്കണം, അല്ലെ? നമ്മുടെ ഇവിടെ ഒരു വയസ്സായ ആന്റി ഇവിടെ ഇരിപ്പുണ്ട്. ആ ആന്റിക്ക് ഒരു ബലവുമില്ല, പക്ഷേ ആന്റിനെ ഇപ്പോഴും ബലപ്പെടുത്തിയിരിക്കുന്ന ആരാണ്? കർത്താവായ യേശുവാ. ആ ആന്റിക്ക് ഇപ്പോഴും ഇവിടെ വരാൻ വന്നത് ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ബലം കൊടുത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാ. നമ്മളെ കൊണ്ട് വേണമെങ്കിൽ ആന്റിനെ ഒന്ന് താങ്ങിപ്പിടിച്ച് നടത്താൻ പറ്റും, പക്ഷേ ആന്റി ദൈവവുമായിട്ട് എപ്പോഴും ബലപ്പെട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ ശരീരം ബലഹീനമാണെങ്കിലും ഇതിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന അനുഗ്രഹത്തെ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്ത നന്മകൾ ചെയ്തവരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം, നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്കു വേണ്ടി മുറിവുകളേറ്റവനേ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷകനെ, നിന്നെ ഞാനെന്നും ആരാധിക്കും. എനിക്കു വേണ്ടി മുറിവുകളേറ്റവനേ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷകനെ, നിന്നെ ഞാനെന്നും ആരാധിക്കും. വിശ്വാസത്താൽ എന്നെ വഴി നടത്തും, സ്നേഹത്തിലെന്നും ജീവിക്കുവാൻ. വിശ്വാസത്താൽ എന്നെ വഴി നടത്തും, സ്നേഹത്തിലെന്നും ജീവിക്കുവാൻ. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവേ, നീ മാത്രമാണെൻ്റെ രക്ഷാശീല. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവേ, നീ മാത്രമാണെൻ്റെ രക്ഷാശീല. എനിക്കു വേണ്ടി മുറിവുകളേറ്റവനേ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷകനെ, നിന്നെ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. എനിക്കിങ്ങനെ 5 പാട്ട് എൻ്റെ സ്വന്തം ആലോചനയിലല്ല, കർത്താവിൻ്റെ ആലോചനയിൽ എഴുതുവാൻ പറ്റിയ ആ ഒരു പാട്ടിലൊരു പാട്ടാണിത്. അപ്പം ആ പാട്ട് ഞാൻ സൈക്കിളിൽ പോകുമ്പോഴാണ് ഈ പാട്ടെൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്, വർഷങ്ങൾക്ക് മുമ്പേ. അപ്പം അത് ഞാനത് ഉള്ളിൽ സ്വീകരിച്ച് അത് എഴുതി വെച്ചു. ആ പാട്ടാണ്. അങ്ങനെ 5 എണ്ണം എഴുതുവാൻ സ്വർഗീയ പിതാവ് എനിക്ക് അനുഗ്രഹം തന്നു. അപ്പം നമ്മൾ ആരും നിസ്സാരക്കാരല്ല കേട്ടോ. എല്ലാവർക്കും അതിൻ്റെതായ കഴിവുകളും അതിൻ്റെതായ ബുദ്ധിപരമായ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പം അതിനെ ഓർത്ത് എണ്ണി നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ വിശ്വാസം ക്ഷയിക്കരുത് ഒരിക്കലും. വിശ്വാസം ക്ഷയിക്കുമ്പോഴാണ് വേണ്ടാത്തതൊക്കെ അടിഞ്ഞുകൂടി നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മളെ നശിപ്പിച്ച് കളയണത്. അപ്പം അതുകൊണ്ട് ആ കൃപയിൽ ആശ്രയിക്കുക, അല്ലേ? നമുക്ക് ഉൽപ്പത്തി പുസ്തകം എടുത്തു കഴിഞ്ഞാൽ 6-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് എന്താണ്? നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അപ്പം നോഹ കൃപ ലഭിച്ചതിൻ്റെ പേരിലാണ് അവിടെ നിന്ന് പെട്ടകം തീർന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും ഓരോ പെട്ടകം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും. അത് രക്ഷയുടെ പെട്ടകമായ യേശുവിനെയാണ്. യേശു നമുക്ക് വേണ്ടി പണിയുന്ന പെട്ടകമാണ്. അപ്പം ആ പെട്ടകത്തിൽ യേശുവാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത്. അപ്പം യേശുവിനെ കൈവിട്ട് കളയരുത്. നോഹയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ നോഹയ്ക്കും കുടുംബത്തിനും 8 പേരടങ്ങുന്ന കുടുംബത്തിനും ആ നോഹയുടെ കാലഘട്ടത്തിൽ അവിടെ ആ പെട്ടകത്തിൽ സുരക്ഷിതമായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിൻ്റെ കൂടെ നടന്ന് നമ്മൾ കർത്താവിനെ കൈക്കൊണ്ട് നടന്നു കഴിഞ്ഞ് ആരാധിച്ചും സ്തുതിച്ചുമൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ കർത്താവിനെ
ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു പെട്ടകത്തെ, ആ പെട്ടകം ഞാൻ തന്നെയാണെന്നുള്ള ചിന്താബോധം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ നിരന്തരമായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് എപ്പോഴും നമ്മൾ തമ്മിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വെള്ളിയാഴ്ച തോറും 24 വർഷക്കാലമായി ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതിൽ ചിലവരൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന ഞങ്ങൾ 2 പേരേ ഉള്ളെങ്കിലും അത് മുടക്കം കൂടാതെ ഇന്നേ വരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സകല ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുക്കി തന്ന ആ മഹാകൃപയുടെ മുന്നിൽ. എന്നാൽ എനിക്ക് എന്തോരം പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജോയി പാസ്റ്റർ അവിടെ വരുമ്പോൾ, ജോയി പാസ്റ്റർ നമ്മുടെ തൃശ്ശൂരുള്ള വേറൊരു സഹോദരനൊക്കെ കൂടി വീട്ടിൽ വരാൻ നേരത്തെ എന്നെ കല്ലുവലിച്ചെറിയുകയാണ്, അയൽവാസികൾ. അന്ന് ജോയി പാസ്റ്റർ ഓർക്കാണ്, ജോയി പാസ്റ്റർ കല്ലുവലിച്ചെറിയാണ്. കാരണം പ്രാർത്ഥന അപ്പം ജോയി പാസ്റ്റർ എന്താ പറഞ്ഞത്? അവരെ അറിഞ്ഞോട്ടെ സഹോദര, നമുക്ക് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇവിടെ നിന്ന് ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവരുടെ എല്ലാവരുടെയും ഒച്ച കെട്ടുപോയിട്ട് എന്തായി? എല്ലാവരും സ്നേഹത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം നമ്മളൊരു വെളിച്ചമാണ്. അതാണ് ഇവിടെ നേരത്തെ കർത്താവിൻ്റെ ദാസൻ ഒരു കാര്യം നമ്മളെ സൂചിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പം ജീവന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ പ്രകാശം കത്തിജ്വലിക്കും. ഹല്ലേലൂയ. ഒരാളെ കണ്ടല്ലോ നമ്മൾ ഓടേണ്ടത്, അല്ലേ? ഒരു ദൈവദാസന്മാരെ കണ്ടല്ലോ ഓടേണ്ടത്, ഒരു വിശ്വാസിയെ കണ്ടല്ലോ ഓടേണ്ടത്. ഞാനും നിങ്ങളും ഓരോരുത്തരും ഓടേണ്ടത് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോടൊത്ത് ഓടി മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വിശ്വാസ ഗോളത്തിൽ നിലനിന്ന് പോകുവാൻ പറ്റുള്ളൂ, അല്ലേ? ആരെല്ലാം കൈവിട്ടാലും യേശു നമ്മളെ കൈവിടില്ല. യേശു നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ നിത്യമായിട്ട് അവൻ എന്നെയും നിങ്ങളെയും നടത്തുന്നവനാണ്. അവൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം മരിച്ചു പോകും നമ്മളെല്ലാവരും, ഭൂമിയിൽ നിന്ന് എല്ലാവരും മാറ്റപ്പെട്ടു പോകും. പക്ഷേ മരിച്ചാലും ജീവിക്കാൻ നമുക്ക് കൃപ തരുന്ന കർത്താവിനെ ഓർത്തുകൊള്ളുവിൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കൂടുതലായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴ്മയോടെ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. സ്തോത്രം.